താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകാരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകാരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ സഹായിച്ചതോർത്ത് നന്ദി പറയുക. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സൂക്ഷിച്ച് പരിപാലിച്ച് ഞങ്ങളുടെ ഭവനം പരിസരം ഇത്തക്കാട്ടുകളിൽ മറച്ചു ദൂതന്മാരാൽ കാവലണിച്ച് നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഒരു നല്ല ദിവസത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഉണർന്ന് കർത്താവിൻ്റെ പാദാന്തി ആയിരിക്കാൻ തക്കണം സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. സുബോധത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ആയിരിക്കാൻ സ്വർഗം സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ മുഖം നോക്കുന്നവരാരും ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം കൃപയാൽ സ്വർഗമൊരുക്കിയ ഭാഗ്യത്തെയൊക്കെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് പാദപീഠത്തിൽ കടന്നു വരിക. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന ദൈവം ഇന്നും നല്ലവനായി വലിയവനായി വിശ്വസ്തനായി കൂടെയുള്ളതോർത്ത് സ്തോത്രം. കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ വഴികളിൽ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ ആലോചനയിൽ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ കർത്താവേ, ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ കർത്താവേ. സമ്പൂർണ്ണമായിട്ട് വടിയെ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരട്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളികളെ ഹല്ലേലൂയ ദാനമായി തന്ന ഞങ്ങളുടെ സകലത്തെയും അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ ദൈവമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം എൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലും കർത്താപ്പച്ചൻ്റെ വലിയ സ്നേഹവും സാന്നിധ്യമുള്ളതോർത്ത് നന്ദി പറയുക കർത്താവേ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കണ്ണ് നനയാൻ സമ്മതിക്കാതവണ്ണം, ഹൃദയം വേദനിക്കാൻ അനുവദിക്കാതവണ്ണം, കാലിടറുവാൻ അനുവദിക്കാതവണ്ണം ആ പൊൻകരം ചാർത്ത് ഞങ്ങളെ നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ ദൈവം അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാകിയാൽ കരുണ തോന്നുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തരുവാൻ പോകുന്ന വലിയ ജയത്തിനായി നന്ദി പറയുക. റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന സ്ഥാനത്ത് അപ്പൻ്റെ കാര്യം ഒന്ന് ചലിപ്പിക്കുമാറാകണമേ കർത്താവേ. പിന്നെ പല വിഷയങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ പ്രാർത്ഥന ചോദിച്ച് ഓരോ മക്കളെയും ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ഓർമ്മശക്തിയും ബുദ്ധിയും ആലോചനയും അവർക്ക് കൊടുക്കണം. നന്നായി കർത്താവരുടെ പരീക്ഷകളൊക്കെയും കർത്താവെ എഴുതുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മെഡിക്കലിൻ്റെ ഹാലിൽ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, നല്ലൊരു റിപ്പോർട്ട് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ആമേനുള്ള ജോലികളൊക്കെ റിസൈൻ ചെയ്തിട്ടും കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവെ, സകല വഴികളെയും തുറക്കണമേ, തടസ്സം മുടക്കം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ കർത്താവെ, നന്മയ്ക്കായി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ എൻ്റെ മക്കൾക്ക് വേണ്ടിയെല്ലാം സ്വർഗം ചെയ്യുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലി ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു കർത്താവ്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അറിഞ്ഞുകൊണ്ട്, അവരുടെ ഭവനത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ്, അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥകളെ അറിഞ്ഞ് സ്വർഗം ജോലി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവമേ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. എല്ലാ നന്മകളും കൊടുത്ത് നിറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്ന കർത്താവ്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്നവരുണ്ട്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, മറ്റ് വിവിധ കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പത്തിന് എല്ലാ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചാട്ടപ്പ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. നിൻ്റെ ദൂതനെ അവിടെ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലചായ്പാൻ ഒരിടമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടപ്പോൾ അവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗമേ, വിശ്വസ്തരായവരെ പണിയപ്പെടുവാൻ ഇടയാക്കണമേ. ഹാലേലി. ആത്മാർത്ഥതയോടെ പണിത് കർത്താവെ ആ ഭവനം പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ എൻ്റെ മക്കൾക്കൊക്കെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണും പെണ്ണുമായ മക്കളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയെ ഒരുക്കണേ അപ്പാ. മാതാപിതാക്കൾ അവരെ ചൊല്ലി വേദനിക്കുന്നു കർത്താവെ. അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കണം, കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ തക്കണം സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹത്തിന് മനസ്സിലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും കർത്താവ് മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ഉത്തരവാദിത്വ ബോധം അവർക്ക് നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ കർത്താവേ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു. സുഖപ്രസവം നൽകി അനുഗ്രഹിച്ച് ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. തന്ന ഊനമില്ലാത്ത കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുന്നു. വീണ്ടും ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ടപ്പാ, നിൻ്റെ മക്കളെ കരുതിക്കൊള്ളണമേ, സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. എൻ്റെ കർത്താവ് അത്ഭുതവാൻ വീരനാൻ ദൈവമാ നിത്യപിതാവാ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി അപ്പ, നന്ദി നന്ദി കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. വീണ്ടും കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ സ്വസ്ഥതയും സമാധാനമില്ലാതെ കരയുന്നവരുണ്ട് കർത്താവ്. നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രത്യേകിച്ച് കർത്താവെ, പുതുവയസ്സിലേക്കൊക്കെ പ്രവേശിച്ച മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിൽ പ്രവേശിച്ചവരുണ്ട്. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ആ മക്കളുടെ ജീവിതത്തിൽ കൊടുത്തവരെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളുമാറാകണം. ഞങ്ങളുടെ ഭവനങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തവ ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുകയപ്പാ. എൻ്റെ സ്വർഗ്ഗം അവരെ സംരക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു കർത്താവെ. അനാഥരെ വിധവകളെ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് പരിപാലകനാകിയാൽ നന്ദിയോടെ സ്തോത്രം 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 കർത്താവെ. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. വൃദ്ധരായ മാതാപിതാക്കളെ കർത്താവ് സംരക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ പ്രാർത്ഥന വിഷയത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. സമാധാനമില്ലാതെ നീറിപ്പോകുന്ന ചില വിഷയത്തിന് നടുവിൽ കരയുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥന കേട്ടപ്പോൾ അത്ഭുതങ്ങളെ ചെയ്ത് കർത്താവ് വീണ്ടും പ്രവർത്തിപ്പാൻ സർവശക്തനാ ദൈവമായ കർത്താവെ. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരുണ്ട് കർത്താവെ. ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന നാഥ, അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, നീ അവിടുന്ന് സൗഖ്യദായകനാ, അത്ഭുതം ചെയ്യുന്ന ദൈവമ, മനസ്സരിയും കരുണയുമുള്ള ദൈവമാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, ശരീരമാസകലം അതിവേദന കൊണ്ട് ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ, മുട്ടിൻ്റെ വേദന, നടുവിൻ്റെ വേദന, ഉദരസംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ സ്തോത്രം. പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, കഫക്കെട്ടുകളാൽ ഭാരമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം 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 കർത്താവേ. മഞ്ഞപ്പിത്തത്തിൻ്റെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. നാഥ, കാഴ്ചയും കേൾവിയുമില്ലാത്തൊരു, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ, അങ്ങ് തൊട്ടരും അങ്ങേ തൊട്ടരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കാര്യം ഓരോ മക്കളുടെ മേലും വയ്ക്കുമാറാകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മഹത്വമേറി സാക്ഷ്യം പറയുവാനും ഓരോ വ്യക്തി ജീവിതങ്ങളെ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കയിലായിരിക്കുന്ന മക്കളുണ്ട്, കൈകാലുകൾക്ക് ചലനമില്ലാതെ ഹല്ലേലൂയ കർത്താവേ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു കർത്താവേ.
അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളെ കർത്താവേ നീ അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ പാദാന്തി ഏൽപ്പിച്ച് തരുന്ന കർത്താവ്, അവിടുന്ന് രോഗിക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നുമാകിയാൽ തൻ്റെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. അത് ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ മക്കളെയും സ്വർഗം സംരക്ഷിക്കുമാറാകണം, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോറ്റിപ്പുലർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സ്വർഗമെല്ലാം ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ അപ്പം എൻ്റെ പാദാന്ത്യ വിഷയം ഏൽപ്പിക്കുകയാണ് കർത്താവ്. പ്രത്യേകിച്ച് ദുബൈയുടെ പ്രദേശം, മസ്കറ്റിൻ്റെ പ്രദേശമൊക്കെ കർത്താവെ അതികഠിനമായ മഴയാൽ അല്ലെങ്കിൽ അനേകർ കഷ്ടമനുഭവിക്കുന്നല്ല കർത്താവേ നീ കരുണ കാണിക്കണമേ. മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ജലപ്രളയത്തിൽ നിന്ന് വിടുവിക്കണമേ അപ്പാ. ഓരോ മക്കളോടും കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 ദൈവമേ. അപ്പാ നീ ഇവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവവും കരുണ കാണിക്കുന്ന ദൈവവും മനസ്സലിവുള്ള ദൈവമാകിയാൽ ഈ വിഷയത്തിന്മേലൊക്കെ സ്വർഗം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതികഠിനമായ ചൂടിലൊക്കെ വടിയങ്ങൾ കടന്നുപോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് തക്ക സമയത്ത് കർത്താവ് മഞ്ഞും മഴയുമൊക്കെ അയച്ചു തന്ന ദൈവമാ നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും തക്ക സമയത്ത് ഞങ്ങൾക്ക് മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതികഠിനമായതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഓർപ്പിച്ചു തരിക. സ്വർഗം ഓർക്കണമേ, തൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ, അപ്പോൾ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.